ഹായ്. ഞാൻ ഇതിനെ വിളിപ്പിച്ചെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മെന്റലിസം എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ചത് എന്താണ് ശരിക്കും പറയുന്നത്? ഞാനിങ്ങനെ കുറേ ഇതൊക്കെ ഇങ്ങനെ കേട്ടും അധികാരികളും മെന്റലിസം എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. നമുക്ക് നിലവിൽ ഒരുപാട് കലകളുണ്ടല്ലോ. സംഗീതം ഒരു കലയാണ്, ഭരതനാട്യം ഒരു കലയാണ്, നൃത്തം ഒരു കലയാണ്. എന്താ പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു കലയാണ്. ഇത് ശരീരവും പ്ലസ് മനസ്സും പ്ലസ് ബുദ്ധിയും നമ്മൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു സയന്റിഫിക് ആർട്സാണ്. രസകരമായ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, ഏത് മേഖലയിലേക്ക് നമുക്ക് ഇത് കൊണ്ടെത്തിക്കാം. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ കാണിക്കും. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഒരുപാട് പേജ്, എത്ര പേജുകളുണ്ട്? ഒരുപാട് പേജുകളുണ്ട്. ഒരുപാട് ഇംഗ്ലീഷ് ലാംഗ്വേജിനകത്ത് അതിനകത്ത് ഫീൽസിനെ കൊണ്ട് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് അല്ലേ? നമുക്ക് ചെയ്ത് നോക്കി. ഓക്കെ, ഇത് ഞാനിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പല സൈഡിലെ പേജ് കംപ്ലീറ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി. ഓക്കെ, പേജ് നമ്പറാണോ നോക്കുന്നത്? ഈ പേജ് നമ്പർ നോക്കാം, പേജ് കംപ്ലീറ്റ് നോക്കാം, ഓരോ പാരഗ്രാഫിലെ ഡീറ്റെയിൽസ് നോക്കാം. എഴുതിയിടാൻ പറ്റുമല്ലോ, മറന്നുപോയിരിക്കാൻ. അത് ഞാൻ പറയാം. മൊത്തത്തിൽ നോക്കി മനസ്സിലാക്കോ? മനസ്സിലാക്കി അല്ലേ? ഇതിന്റെ ഫസ്റ്റ് വേർഡ് നോക്കിയേ, അതൊന്ന് മനസ്സിലൊന്നിട്ട്. ഫസ്റ്റ് വേർഡ് ഓക്കെ അല്ലേ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഈ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം മൈൻഡ് റീഡിങ് വഴി ഞാനത് പറയാൻ ശ്രമിക്കും. അപ്പോൾ മനസ്സിലാവും എന്താണ് മെന്റലിസം. അപ്പോൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഈ കണ്ട വേർഡ്, ഫസ്റ്റ് ടോപ്പിൽ കണ്ട വേർഡല്ലേ ഓർത്തിരിക്കുന്നത് അല്ലേ? അതൊന്ന് മനസ്സിൽ കിട്ടുന്ന നിർത്തിയിട്ടില്ല. മനോജ് മതി നൽകും. മനോജിനകത്ത് MANOJ അതിനകത്ത് ഏതെങ്കിലും സ്പെല്ലിങ് ഈ കണ്ട വേർഡിനകത്തുണ്ടോ? അഞ്ച് സ്പെല്ലിംഗ് ഉണ്ടോ വേർഡിന്? 5 വേർഡ്. 5. ഇപ്പൊ മനോജ് MANOJ 5 വേർഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ കണ്ട വേർഡില് 5 എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 5 സ്പെല്ലിംഗ് ഉണ്ട്. എന്നോട് പറയരുത്, എനിക്കൊരു പ്രൂവും തരാൻ പാടില്ല. 5 അല്ല 4. ഓക്കെ, എലിഫന്റിനകത്ത് ഏതെങ്കിലും സ്പെല്ലിംഗ് ഉണ്ടോ? ABCDEF അതിനകത്ത് ഏതെങ്കിലും സ്പെല്ലിംഗ് ഏതാണുണ്ടോ? ഇല്ല. 4 അല്ലേ? H എന്നതുണ്ട്. H ഇല്ലേ? ഈച്ച് എന്നാണ് ശരിക്കും ഈച്ച്. ദാറ്റ് ഈസ് മൈ റീഡിങ്.